ഹലോ കുട്ടൻ മോർഗൻ. അപ്പം ഞാൻ ബെഡിൽ നിന്ന് ഇപ്പം പതിയെ എണീക്കുന്നേ ഉള്ളൂ. ഇത് ഞാൻ ചെയ്യുന്ന സത്യം പറഞ്ഞാൽ ചെറിയൊരു വ്ളോഗ് കേട്ടോ, നൈസായിട്ട് ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി പതിയെ എണീറ്റ് വങ്ങണം. ബെഡിൽ നിന്ന് പിണീറ്റേ ഉള്ളൂ. 11 മണി 12:30 ഡ്യൂട്ടിക്ക് കയറേണ്ടത്. നൈസായിട്ട് പോയി പല്ലൊക്കെ തേച്ച് വരാം. ഇപ്പം ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് പറയട്ടെ. ഇതിപ്പം പകൽ അത്യാവശ്യം വെയിലുണ്ട്, പക്ഷേ തണുത്ത കാറ്റാണ്. രാത്രി ലോക തണുപ്പ്. ഇന്നലെ എൻ്റെ ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. അത്യാവശ്യം ചൂടുണ്ട്, പക്ഷെ വലിയ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് പുതപ്പം പുതച്ച് മൂടിക്കെട്ടി കിടന്നത്. ഇനി പല്ലൊക്കെ തേക്കട്ടെ. ഭാഗ്യമുണ്ട്, മിനിമം ബാത്റൂമിലെങ്കിലും ഹീറ്റർ വർക്കാകുന്നുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇവിടെ വരുമ്പോൾ ബാത്റൂമിലെങ്ങാനും കിടന്നാലോ എന്ന് ഞാൻ ഇരിക്കുന്നു. അയ്യോ, ഈ തണുപ്പുള്ള രാജ്യങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഹീറ്റർ. തണുപ്പുള്ള സമയത്ത് ഹീറ്റർ വർക്കായില്ലെങ്കിൽ പണിയാണ്, നല്ല രീതിയിൽ പണിയാണ്. അതുപോലെ തന്നെ ചൂടുള്ള സമയത്ത് ഹീറ്ററൊന്നും വേണ്ട, അപ്പോഴത്തേക്ക് AC മതി എന്ന് ഓർക്കും. തണുപ്പുള്ളപ്പം ഹീറ്റർ വേണം. എന്ന അവസ്ഥയാണ്. കണ്ടോ, ഒറ്റ നേരം കൊണ്ട് ഇപ്പം ഈ കൊളുത്തൊരു കല്യാണത്തിന് വരുമ്പോൾ ആരും കുഴപ്പമില്ല. ചുമ്മാ പറഞ്ഞാട്ടോ, അങ്ങനെ കുളിയും കഴിഞ്ഞു. ചുമ്മാ അങ്ങനെ വീട്ടിൽ വിളിച്ചു. അപ്പം ഇനി പതിയെ ഫുഡിനേക്ക് എന്തെങ്കിലും കഴിക്കണം നൈസായിട്ട്. ഫുഡ് രാവിലെ സാധാരണ കാപ്പിക്കൊന്നും കഴിക്കാത്ത, പക്ഷേ ഇന്നലെ ഓർഡർ ചെയ്ത ചിക്കൻ നഗറ്റ്സ് അങ്ങനെ കണ്ട പോലെ ഒരു സാധനമുണ്ട്. അതിൻ്റെ ബാക്കി വല്ലതും ഫ്രിഡ്ജിനകത്ത് ഞാൻ ഇന്നലെ കൊണ്ട് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. കുറച്ചിരിപ്പുണ്ട്. കിട്ടി, ഈ സാധനം കിട്ടി. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിനി ഉച്ച കഴിഞ്ഞ് വരെയൊക്കെ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു 4 മണിക്കൊക്കെ പൗസ്. 4 മണിക്കല്ല, ഒരു 3:30 ആകുമ്പോഴത്തേക്കും പൗസ് എടുക്കും. അപ്പം പൗസ് എടുത്ത സമയത്താണ് ഇനി ഫുഡ് കഴിക്കുന്നത്. സാധനം എടുത്ത് നോക്കി, എന്തോ ഒരു ഭാഗ്യത്തിന് 2 എണ്ണം ഇരിപ്പുണ്ട്. മറ്റേ ചിക്കൻ നഗറ്റ്സ് പോലത്തെ സാധനമാണിത്. അത് കഴിച്ചിട്ട് പോകാം. എന്നെ അവസ്ഥയാണ് നോക്കണം. നാട്ടിൽ നിന്നിപ്പം വീട്ടിൽ മമ്മി രാവിലെ നല്ലൊരു അപ്പോ അല്ലെങ്കിൽ അപ്പം മുട്ടക്കറി, ഇടിയപ്പോ അല്ലെങ്കിൽ ഇഡ്ഡലി എല്ലാം ഒക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നു. എല്ലാം കിട്ടുമായിരുന്നു. ഇവിടെ വന്നേ പിന്നെ തീറ്റയൊക്കെ കണ്ട് ഇത്രയേ ഉള്ളൂ. രാവിലെ അതിൻ്റെ ഇഷ്ടം ഉണ്ടായിട്ട് തീരുന്നതാണ്. അതുമല്ല, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകണമല്ലോ, അതിൻ്റെ പേരിൽ കഴിക്കുന്നതാണ്. ഇപ്പം നാട്ടിൽ നിന്നൊക്കെ നല്ല സുഖമാണ്. കാരണം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നേരത്തെ നമ്മൾ ഓർക്കും ജർമ്മനൊക്കെ പഠിച്ചിട്ട് ഇപ്പോൾ ഞാനാണെങ്കിൽ +2 കഴിഞ്ഞിരുന്നപ്പോഴത്തേക്ക് ഓർക്കുമായിരുന്നു എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പുറത്ത് പോയാൽ മതി, എല്ലാവരും പുറത്തേക്ക് പോകുമ്പോൾ എല്ലാം പുറത്ത് പോയാൽ മതി എന്ന് ഓർക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ജർമ്മനൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ജർമ്മനിക്ക് വരുന്ന ജർമ്മൻ പഠിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കും ഇതെങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സായാൽ മതി. ഇനി അതും കഴിഞ്ഞിട്ട് പാസ്സായി കഴിഞ്ഞിട്ടോ എങ്ങനെയെങ്കിലും കയറി വന്നാൽ മതി. ഇനി കയറി വന്നു കഴിഞ്ഞിട്ട് 1-2 കൊല്ലം കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ തോന്നി തുടങ്ങും, പിന്നെ നാട്ടിലേക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് പോയാൽ മതി. അതാണ് ലൈഫ്. ഇതൊക്കെ മസാല ഇഷ്ടമൊന്നുമില്ല തിന്നാൻ, എന്നാലും കഴിക്കുക. നാട്ടിലെ ഫുഡ് അങ്ങനെയൊക്കെ തിന്ന് ശീലിച്ചത് കാരണം ഇതിനൊക്കെ ഒരു ടേസ്റ്റ് തോന്നത്തില്ല, തിന്നാനൊരു മൂഡ് തോന്നത്തില്ല. പക്ഷെ എന്തെങ്കിലും കഴിക്കണ്ടേ. ഇനി നൈസായിട്ട് പോകാതിരിക്കണം. ഇനിയിപ്പം 11:45 ഡ്രസ്സ് ചെയ്തിറങ്ങി 12:30 ഡ്യൂട്ടി തുടങ്ങുന്നത്. അപ്പോൾ ഇനി പോകാനുള്ള പരിപാടി പുതിയ നോക്കാം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പലരും ഡീമോട്ടിവേറ്റ് ചെയ്യാനല്ല പറയുന്നത്, എന്നാലും ഇപ്പം നമ്മൾ പുറത്തേക്കൊക്കെ വരുമ്പോഴുള്ള ലൈഫ് എപ്പോഴും അടിച്ചു പൊളിച്ച് നല്ല സെറ്റായിട്ടുള്ളൊരു ജീവിതം എന്ന് ഓർക്കരുത്. അങ്ങനെയല്ല. ഇപ്പോൾ വരുമ്പോൾ നമ്മൾ നാട് വിട്ട് വരുമ്പോൾ നമ്മുടെ വീട്ടുകാരെ, ഫ്രണ്ട്സ് അവരെല്ലാം വിട്ടിട്ട് ഇപ്പം വേറൊരു സ്ഥലത്തേക്ക് വന്ന് ഇപ്പം നമുക്കിപ്പോൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെയാണ് താമസിക്കാൻ പോകുന്നത്.
പിന്നെ നമ്മുടെ നാട്ടിലൊരു ഫ്രീഡം അതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളെന്നൊക്കെ പറയുന്ന സാധനം വല്ലപ്പോഴും ഇപ്പോൾ ഫ്രണ്ട്സിനെ വല്ല മീറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരാരെയൊക്കെ വന്ന് അങ്ങനെയൊക്കെ ആണെങ്കിൽ അടിച്ച് പൊളിച്ച് അതൊക്കെ അങ്ങനെയൊക്കെ സന്തോഷങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ആദ്യം ഇവിടെ പുറത്തെ ഒരു നാട്ടിലേക്ക് വന്നിട്ട് എനിക്ക് പുറത്തുനിന്ന് ഒരു നാട്ടിലേക്ക് വന്നിട്ട് ആദ്യത്തെ ഒരു 3 ആഴ്ച ഉണ്ടായിരുന്നു ഒരു പുതിയൊരു നാട്ടിലേക്ക് വന്നൊരു എക്സൈറ്റ്മെൻറ്റ് അതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. പിന്നെ എല്ലാം നോർമൽ, എല്ലാം ബോറടിക്കാൻ തുടങ്ങി. ഇപ്പം നാട്ടിലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് എങ്ങോട്ടേലും പോയേനെ, അല്ലെങ്കിൽ ബൈക്ക് എടുത്തുകൊണ്ട് എങ്ങോട്ടും ഇറങ്ങിയേനെ, കൂട്ടുകാരെ വിളിച്ചേനെ, ചായ കുടിക്കാൻ പോയേനെ, ഫുഡ് കഴിക്കാൻ പോയേനെ. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പം അങ്ങനെയൊക്കെ ഫുഡ് കഴിക്കാൻ പോയാൽ മുതലാവത്തില്ല, ഒന്നാമത്തെ കേസ്. പിന്നെ 2 അങ്ങനത്തെ സാഹചര്യങ്ങളില്ല. ഇപ്പം ഫുഡ് കഴിക്കാൻ പോകണമെങ്കിൽ ഒരുത്തനിപ്പം ഒരു 200 കിലോമീറ്റർ അകലെയായിരിക്കും, വേറൊരുത്തൻ 80 കിലോമീറ്റർ അകലെയായിരിക്കും. അങ്ങനത്തെ സീനും ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് എന്തിനാണ് പിന്നെ ഇത്ര കഷ്ടപ്പെട്ട് പുറത്തേക്ക് പോകുന്നത് എന്ന് വരുന്നൊരു ചോദ്യമാണ്. എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് നിൽക്കുന്നത്, എന്നാൽ നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ പോരെ? നാട്ടിലേക്ക് തിരിച്ചു വരാത്തതിൻ്റെ കേസ് വേറൊന്നുമല്ല, ഇവിടെ എല്ലാവരും പുറത്തേക്ക് പോകുന്നതിൻ്റെ ഉദ്ദേശം കാശുണ്ടാക്കാനാണ്. അപ്പം എന്നതാ, അപ്പം ഇതൊക്കെ സഹിച്ചേ പറ്റത്തുള്ളൂ, അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ. അത് നിസ്സാരമല്ല. നാട്ടിൽ നിൽക്കുന്നവരൊക്കെ പറയുമ്പോൾ നാട്ടിൽ ജോലി, അത്യാവശ്യം വെൽ പ്രൊഫൈൽ ജോലി അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ഉള്ളത് അത് ഭാഗ്യമാണ്. കാരണം നാട്ടിൽ തന്നെ എല്ലാവരും വീട്ടുകാരെയും കണ്ട്, നാട്ടുകാരെയും കണ്ട്, കൂട്ടുകാരെയും കണ്ടെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം നാട്ടിൽ നിന്നുള്ള പകുതി പേരും പുറത്തേക്ക് പോകുന്നു. എനിക്ക് UK, കാനഡ, ഇപ്പം ജർമ്മനി, അങ്ങനെ അയർലൻഡ്, ഓരോ സ്ഥലത്തേക്കും പോയിക്കൊണ്ടിരിക്കും. നാട്ടിലിപ്പോൾ ചെറുപ്പക്കാരില്ല. അതുകൊണ്ട് തന്നെ അതും ഒരു പ്രശ്നമാണ്. ഇപ്പം എൻ്റെ തന്നെ, ഞാൻ നാട്ടിൽ പോയാൽ തന്നെ എൻ്റെ കസിൻസ്, എൻ്റെ ഒരു ഗ്യാങ് അവിടെ ഇല്ല. പല സ്ഥലങ്ങളിലാണ്, പല രാജ്യങ്ങളിലാണ്. ആക്ച്വലി പുറത്ത് നമ്മളിപ്പം ഏകദേശം 14 ഡിഗ്രി ഉണ്ട്, അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പം നമ്മൾ ഈ തണുപ്പുള്ള രാജ്യങ്ങളിൽ അത്യാവശ്യം ഈ ക്രീം തേക്കണം, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും. ഇനി വെളുത്ത് ഇങ്ങനെ ഇരിക്കും. അപ്പം അത് ഇങ്ങനെ ക്രീം പുരട്ടുവാണെങ്കിൽ അതൊഴിവാക്കാം. ഈ നാട്ടിലൊക്കെ പറയുന്ന പോലെ എൻ്റെ ചർമ്മത്തിൻ്റെ രഹസ്യം ഈ ക്രീം ആ ക്രീം എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഏത് ക്രീം തേച്ചാലും മോയ്സ്ചറൈസ് ചെയ്തിരിക്കുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ ക്രീം വേണം ആ ക്രീം വേണം എന്നൊന്നും പറയത്തില്ല. എനിക്ക് ഇത് മതി, എനിക്കിത് ധാരാളം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ കൈയാണ്. കൈയുടെ ഇടയ്ക്ക് ഇവിടെയൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് കൈ പ്രത്യേകിച്ച് നേഴ്സിങ്ങിലുള്ളവർ എപ്പോഴും ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്ന കാരണം നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആവും. അതുകൊണ്ട് അത്യാവശ്യമാണ് ഈ സാധനം. ഇപ്പം ഞാനീ ചെയ്യുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം കാണേണ്ടാത്തവർ കാണണ്ട. കാരണം എന്നെ പിടിച്ചിരുത്താൻ പറ്റിയൊരു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ ഒരു ഡേ കാണിക്കുന്നതേ ഉള്ളൂ. എല്ലാ ഡേയും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല, ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ വെറൈറ്റി ആയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം അത്യാവശ്യം പുറത്ത് വെയിലുണ്ടെന്ന് പറഞ്ഞാലും തണുപ്പാണ്. ഇപ്പം രാത്രി ഇച്ചിരൂടെ തണുക്കും. അപ്പോൾ ഒരു ജാക്കറ്റ് ഇടുന്ന എപ്പോഴും നല്ലതാണ്, ജാക്കറ്റ് ഉള്ളതാണ് നല്ലത്. അയ്യോ, ഇൻട്രോ കൊടുത്ത് നടന്നില്ല, പോട്ടെ, ഇതിങ്ങനെ തന്നെ അടിക്കും. പിന്നെ ഇൻട്രോ എടുക്കാനൊന്നും എനിക്ക് സമയമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ഹീറ്റർ അത്രയ്ക്ക് വലിയ കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ മൂക്ക് ചെറുതായിട്ട് അടഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പം സംസാരിക്കുന്നത് ഭയങ്കര ബോൾഡ് ഇങ്ങനൊരു ശബ്ദത്തിലായിരിക്കും, ബാസ് കൂടി ശബ്ദത്തിലായിരിക്കും. അപ്പം ഇനിയിപ്പോൾ ജോലിക്ക് വന്നിറങ്ങാം, ഇറങ്ങാം. ഓരോ ദിവസത്തെ ജോലിയില്ലേ, ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കൂടെയുള്ള കൊളീഗ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ കൂടെയുള്ള കൊളീഗ്സ് അപ്പടി ഭയങ്കര കൂടുതൽ ദേഷ്യത്തോടെ സംസാരിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ തന്നെ ഭയങ്കര സ്ട്രെങ് ആണെങ്കിൽ ഇച്ചിരി ചടങ്ങാണ് കൂടെ ജോലി ചെയ്യും. പിന്നെ നമുക്ക് പോകാനുള്ളൊരു മൂഡ് കാണത്തില്ല. പക്ഷെ ഇന്നുള്ള ആൾ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം കമ്പനി. ചിലരൊക്കെ ഇങ്ങനെ മടിയരുണ്ട്, നമ്മളെ വിട്ട് പണിയിപ്പിച്ചിട്ട് അവർ തന്നെ ഇരിക്കുന്നത്. അവിടെ നമുക്ക് ചെറുതായിട്ട് വഴക്കുണ്ടാക്കേണ്ടി വരും. അങ്ങനെ വഴക്കുണ്ടാക്കിയിട്ടുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് ഇനി ജോലി ഉണ്ടോയെന്ന് അറിയുമ്പോൾ നമുക്ക് പോകാൻ മടിയാണ്. നിങ്ങളിപ്പോൾ ഈ പള്ളിമണി കേൾക്കുന്നില്ലേ,
അത് ഞാൻ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ പള്ളിയാണ്. അപ്പം ഇവിടെ ഓരോ മണിക്കൂറിലും ഇങ്ങനെ മണി അടിക്കും. അതായത് ഇപ്പോൾ 1 മണിയായെങ്കിൽ 1 മണി അടിക്കും, 2 മണിയായെങ്കിൽ 2 മണി അടിക്കും. ഇപ്പോൾ 12 മണി ആയത് കാരണം കൂട്ടമണിയാണ്. 12 മണി പ്ലസ് ഒരു കൂട്ടമണി പോലെയുള്ളതുണ്ട്. രാത്രി 12 മണിക്കും 12 നോർമൽ മണി അടിക്കും. ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. അതായത് ഞാൻ അറിഞ്ഞത് വെച്ച് പണ്ടിവിടെ ഈ ഫാമേഴ്സൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവർ ഒക്കെ ഈ ഫാമേഴ്സൊക്കെ ജോലിക്ക് പോകുമ്പോഴത്തേക്കും അവർക്ക് സമയം അറിയാനായിട്ട്, എത്ര മണിയായെന്ന് അറിയാനായിട്ടാണ്. ഇപ്പം പള്ളിയുടെ ഇതുണ്ട്, ഇത് നോക്കിയാൽ മതി. ഇത് ഏറ്റവും മണ്ടയിലേക്ക് നല്ല പൊക്കമുണ്ട് അതിന്. അപ്പം ഇത് എത്ര മണിയായെന്ന് അറിയാൻ വേണ്ടിയാണ് ഇത്ര പൊക്കത്തെ കൊണ്ട് വച്ചേക്കുന്നതും പ്ലസ് ഇങ്ങനെ ഓരോ മണിക്കൂർ വെച്ച് മണി അടിക്കുന്നത്. ഇനിയിപ്പം ഇതിന് വേറെ കഥകളുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ കേട്ടൊരു കഥ ഇതാണ്. ഇതിപ്പം വന്ന് ഡ്യൂട്ടിക്ക് പോയിട്ട് ഇതിപ്പം തിങ്കളാഴ്ചയാണ്. ഇപ്പം ഞായറാഴ്ച ശനിയാഴ്ച എല്ലാം നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിപ്പം തിങ്കളാഴ്ചയാണോ ശനിയാഴ്ചയാണോ, ഇന്ന് ഏതാ ദിവസമെന്ന് തന്നെ ഞാൻ മറന്നുപോയി. ഇന്ന് തിങ്കളാഴ്ച കേട്ടോ. ആക്ച്വലി ഞാൻ ഇതിപ്പം എന്താ ശനിയാഴ്ചയാണെന്ന് കണ്ട് ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷേ ആക്ച്വലി തിങ്കളാഴ്ചയാണ്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഈ ജോലിക്ക് പോകുന്ന സ്ഥലം വരെ ഒരു 10 മിനിറ്റ് നടക്കാനുള്ളേ ഉള്ളൂ. 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ മിക്കപ്പോഴും ഞാൻ ഈ വഴി കൂടെ നടക്കുമ്പം കുറേ സാധനങ്ങൾ ഫെർഷങ്കൻ എന്ന് പറയും ഇവിടെ. ഇപ്പോൾ ഇവർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇവരൊരു പെട്ടിയിലേക്ക് ഇട്ട് പുറത്തെടുത്ത് വെക്കും. ഇപ്പം പുറത്ത് വേറെ ആർക്കെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോടെന്ന് വെച്ചുകൊണ്ട് പുറത്തെടുത്ത് വെക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ റൂമിലെ പകുതി സാധനങ്ങൾ ഇങ്ങനെ ഫർഷൻ കിട്ടിയാന്ന് പറയാം. അത് ഞാൻ എപ്പോഴേലും വേറെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാം. എന്തൊക്കെയാണ് എൻ്റെ റൂമിൽ ഞാൻ മേടിച്ചത് ഫർഷൻ കിട്ടിയെന്നൊക്കെ വെച്ച്. ഞാനിപ്പം ജോലിക്ക് പോകുന്നത്, ഞാനിപ്പം നേഴ്സിംഗ് പഠിക്കുവാണല്ലോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ 1 മാസം ജോലിയാണെങ്കിൽ അടുത്ത മാസം ക്ലാസ് ആയിരിക്കും. അപ്പോൾ പഠിത്തത്തിൻ്റെ കൂടെ തന്നെ ജോലിയും വരും. അപ്പം അങ്ങനെ ഇപ്പം എനിക്ക് ജോലിയാണ്. അപ്പം ജോലിക്ക് പോകുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഒരു ഓൾഡ് ഏജ് ഹോമാണ്. അവിടെയാണ് എനിക്കിപ്പോൾ ജോലി. ഇത് കഴിഞ്ഞിട്ട് എനിക്കിപ്പം ഹോസ്പിറ്റലുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൻ്റെ അത് കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഓൾഡ് ഏജ് ഹോം ആയതുകൊണ്ട് ഓൾഡ് ഏജ് ഹോമിൽ നമുക്ക് പോകണം. ഇപ്പം ജനറൽ പഠിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് പഠിക്കുന്നതുകൊണ്ട് ഇപ്പം എനിക്ക് എല്ലായിടത്തും വർക്ക് ചെയ്യണം. അതായത് പാലിയേറ്റീവ്, പ്ലാന്റ് ഫ്ലൈ എന്ന് പറയും ഇവിടെ, പിന്നെ ഓൾഡ് ഏജ് ഹോം, പിന്നെ ഹോസ്പിറ്റൽ, എല്ലാ ഭാഗത്തും വർക്ക് ചെയ്യണം. അങ്ങനെ ഇപ്പം നമ്മൾ ഡ്രസ്സിങ് റൂമിലാണ്. ഇനി ഇവിടുന്ന് നമ്മൾ ഡ്യൂട്ടിക്കുള്ള ഡ്രസ്സ് ഇവിടെ നിന്നാണ് മാറുന്നത്. എനിക്ക് സ്വന്തമായിട്ടൊരു ചെറിയൊരു സ്പിൻ്റെ ഉണ്ട്. അതായത് ഡ്രസ്സൊക്കെ വെക്കാനും കുറച്ച് സാധനങ്ങൾ വെക്കാനുള്ളൊരു സ്പേസാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാം. പിന്നെ ഡ്യൂട്ടിക്കുള്ള ഡ്രസ്സ് ഓൾറെഡി ഇവിടെ ഇരിപ്പുണ്ട്, അതെടുത്തിടണം. അപ്പം അങ്ങനെ ഡിസ്പ്ലേറ്റർ പറയാനായിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇതും കൂടെ കാണിച്ചേക്കാന്ന് വെച്ചു. ഇന്ന് പിന്നെ ഒരു ചെറിയൊരു നൊസ്റ്റാൾജി അടിച്ചു. അതായത് നമ്മുടെ പണ്ട് കാലത്തെ ഫോണിൽ, നോക്കിയയുടെ ഒക്കെ ഫോണിനകത്ത് ഇങ്ങനെ ഫോണിൻ്റെ ബാക്കിൽ വെച്ച് ഒരു സ്റ്റിക്കർ ഉണ്ട്, ഒട്ടിക്കും. അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫോൺ റിങ് ചെയ്യുമ്പോഴത്തേക്കും ആ സ്റ്റിക്കറിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ് കത്തത്തില്ലായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ട്രോൾ ഇന്നുണ്ട്. ഇന്നും അത് കണ്ടിട്ട് നല്ല നൊസ്റ്റാൾജിയായിരുന്നു. അതൊക്കെ ഒരു കാലം അല്ലേ. അപ്പം എന്തോ ഈ കോലത്തിനാണ് ഡ്യൂട്ടിക്ക് കയറുന്നത്. ഇപ്പോൾ തന്നെ ഡ്യൂട്ടി തുടങ്ങുന്നത്. ഇനിയൊരു 15 മിനിറ്റും കൂടി ഉണ്ട് ഡ്യൂട്ടി തുടങ്ങാനായിട്ട്. അപ്പം ഇങ്ങനെയാണ് ഡ്യൂട്ടിക്ക് കയറാൻ പോകുന്നത്. ഇനി ഡ്യൂട്ടിയാണ്. ഞാൻ എൻ്റെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല, ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ ഡാറ്റ് ആൻഡ് ഷൂട്ട്സ്. അപ്പം ഇത് കഴിഞ്ഞ് നമുക്ക് പിന്നെ എപ്പോഴേലും അടുത്ത വ്ളോഗിൽ കാണാവേ. അപ്പം ബിസ് സ്പെറ്റർ.